ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ കാര്യങ്ങളെല്ലാം വിക്രത്തോട് പറഞ്ഞു. നിങ്ങളെ ചേർത്ത് പിടിച്ചത് ഒരു പക്ഷേ മരുമകനെ ഗാർഡിയാനായിരുന്നോ എന്ന് ആർക്കറിയാം എന്ന് വേദ ചോദിക്കും. വിക്രം നടുങ്ങിപ്പോയിട്ടോ. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ വേദ എവിടെ നിന്ന് പോയി. അപ്പോൾ വേദ എന്നും പറഞ്ഞ് വിക്രം തിരിച്ചു വിളിച്ചു വേദയെ. അപ്പോൾ എനിക്ക് വാക്ക് തന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ ചേട്ടൻ്റെ കാര്യമല്ലേ എന്ന് ചോദിച്ചു. വാക്ക് തന്നാൽ പാലിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചിലപ്പോഴേ അതിന് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. അതും പറഞ്ഞിട്ട് വേദ അങ്ങ് പോയി. വിക്രം ഇങ്ങനെ തല പുകഞ്ഞ് അവിടെ നിൽക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വിക്രം നേരെ ചെന്ന് ഇയാളോട്, അതായത് ശ്രീകാര്യം ശ്രീനിവാസനോട് ഈ കാര്യം ചോദിച്ചു. അപ്പോൾ നീ ഇത് ചോദിക്കാൻ വേണ്ടി എന്ന് വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനെന്ന് ഇയാൾ പറയുക. അത് സുധയോട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്താണെന്ന് ഇയാൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദ അത് പറഞ്ഞപ്പോഴേ ആദ്യം എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല സാറെന്ന് പറയുക വിക്രം. വേദ പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷേ അവളത് നിന്നോട് പറഞ്ഞത് മുഴുവൻ കാര്യവും മനസ്സിലാക്കാതെയാണെന്ന് മാത്രം എന്ന് ശ്രീനിവാസൻ വിക്രത്തോട് പറയുക. അപ്പോൾ ശ്രീകുമാർ എൻ്റെ അനന്തരവനാണെന്നും അധികം നിഷേധിച്ചാലും അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നിന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കൈ പിടിക്കുമ്പോഴേ ശ്രീകുമാറും നീയും തമ്മിലുള്ള പ്രശ്നം എനിക്കറിയുമായിരുന്നില്ല എന്ന് ഇയാൾ വിക്രത്തോട് പറയുക. ഞാനൊരിക്കലും അവനെ എൻ്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള എൻ്റെ പിൻഗാമിയായി അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എന്നും ഇയാൾ പറയുക. ഞാനത് ആഗ്രഹിച്ചാലും എൻ്റെ പെങ്ങൾ അത് സമ്മതിച്ച് തരികയും ഇല്ല എന്ന് പറഞ്ഞു. അവൾക്ക് അവളുടെ ഈ സഹോദരനെ എന്നും പേടിയും വെറുപ്പും മാത്രമായിരുന്നു എന്നൊക്കെ ശ്രീനിവാസൻ പറഞ്ഞു പിടിപ്പിക്കുക. പക്ഷേ അവളുടെ ആ ഒരു വെറുപ്പാവാൻ കാരണം അവനെന്നെ ഒരു ഹീറോയായി ആരാധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണെന്നും, പക്ഷേ ഹീറോ ആയ അമ്മാവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴേ അവൻ പകർത്തിയത് അക്കാലമാകുമ്പോഴേക്കും ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച എൻ്റെ ഇരുണ്ട ജീവിതമായിരുന്നു എന്ന് ഇയാൾ പറയുവാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. സ്പിരിറ്റും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് കുറേ കാലം നടന്നതിനെ പറ്റിയും പിന്നെ അതിനുശേഷം അവനത് ഏറ്റെടുത്തതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ പറയുവാണ്. അങ്ങനെ ഇയാളുടെ ഫ്ലാഷ് ബാക്ക് മുഴുവനും വിക്രത്തോട് പറയുക. അപ്പോൾ ഞാനിതിൽ നിന്ന് ഊരിപ്പോന്നപ്പോഴേക്കും എൻ്റെ മരുമകൻ കോളേജുകളെയും സ്കൂളുകളെയും ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു വലയം തന്നെ തീർത്തിരുന്നു എന്നുള്ള കാര്യവും ശ്രീനിവാസൻ പറയുക. അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളെല്ലാം അങ്ങ് വിശദീകരിച്ച് പറയുക വിക്രത്തോട്. വിക്രം ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അറിഞ്ഞപ്പോഴാവട്ടെ വളരെ വളരെ വൈകിപ്പോയെന്നും ശ്രീനിവാസൻ പറയുക കേട്ടോ. പിന്നെ അവനെ ഇവിടെ മാറ്റി നിർത്തുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ കോളേജിൽ ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇരയാണ് നീയെന്ന് നിന്നെ കാണുമ്പോഴോ അല്ലെങ്കിൽ നീയുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴോ എനിക്ക് അറിയുമായിരുന്നില്ല എന്നും ശ്രീനിവാസൻ വിക്രത്തോട് പറയുക. ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ നിൽക്കുവാണ്. ചക്രപാണി സാറിൻ്റെ പഴയ കേസ് ഫയലിൽ എനിക്ക് മയക്കുമരുന്ന് നൽകിയെന്ന് പറയുന്ന ശ്രീകുമാർ സാറിൻ്റെ മരുമകൻ തന്നെയല്ലേ എന്ന് വിക്രം ശ്രീനിവാസനോട് ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ ഒന്ന് പേടിച്ചു. അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി വന്ന്. എന്നിട്ട് അതേന്ന് പറഞ്ഞു. പക്ഷേ അവൻ അങ്ങനെ ഒരു കേസിൽ പെട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ശ്രീനിവാസൻ പറയുക. പിന്നെ ഞാനന്ന് നാട്ടിലുള്ള സമയമായിരുന്നില്ല. അവനൊരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവനെ കേസിൽ പെടാതെ മാറ്റി നിർത്താൻ ഞാൻ എൻ്റെ സ്വാധീനം വെച്ച് അത് ആരായാലും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് വിക്രത്തോട് ഇയാൾ ചോദിക്കുക. നമുക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രീകുമാറിനെ ഉപയോഗിക്കാനാകുമോ എന്നുള്ളതാണ് വേദ ചിന്തിക്കുന്നത് എന്ന് ഇയാൾ പറയുന്നു. ശ്രീകുമാർ കാരണമാണ് നീ ജയിലിൽ പോയതെന്ന് അറിയാവുന്ന ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന നിന്നെ മനഃപൂർവ്വം എൻ്റെ ഭാഗത്ത് നിർത്തി എനിക്ക് പറ്റുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് അവളുടെ ആരോപണം എന്നുള്ള കാര്യം ശ്രീനിവാസൻ വിക്രത്തോട് പറഞ്ഞു. ഒരിക്കലും അതങ്ങനെയല്ല വിക്രം, അത് നീ മനസ്സിലാക്കണമെന്ന് മനസ്സിലായി സാർ. പക്ഷേ ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൂ. കോളേജിൽ മയക്കുമരുന്നുകാരെ പിടിപ്പിച്ചതിന് പകരമായിട്ട് എൻ്റെ അച്ഛൻ്റെ ബാഗിൽ എൻ്റെ ഏട്ടനെ കൊണ്ട് മയക്കുമരുന്ന് വെപ്പിച്ചത് ശ്രീകുമാർ ആണെന്ന് സാറിന് അറിയാമായിരുന്നോ ഇല്ലയോ? അപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷം എപ്പോഴെങ്കിലും സാറിനത് മനസ്സിലായോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ, ഇല്ല വിക്രം, വേദ നിന്നോട് വന്ന് പറയുന്നത് പോലെ അതെനിക്കറിയാമായിരുന്നില്ല എന്നും അതുമാത്രമല്ല ഇതിൻ്റെ പിറകിൽ നിൻ്റെ ചേട്ടൻ വിനായകൻ ഉണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് മതി സാർ ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ വിശ്വസിക്കുക എന്ന് വിക്രം പറഞ്ഞു. സാറ് പിന്നീട് അത് മാറ്റി പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രം സന്തോഷത്തോടെ അവിടുന്ന് പോവുക. വിക്രം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇയാളുടെ തനിനിറം പുറത്തെടുത്ത് അവിടെ നിൽക്കുക ഈ ശ്രീകാര്യം ശ്രീനിവാസൻ.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ പുറത്ത് പോയിട്ട് ഒരു ഓട്ടോയും വിളിച്ചു വന്നു. അപ്പോൾ ശ്രീചേട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ ശ്രീജ അവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേദയെന്ന് ചോദിച്ചു. ഇങ്ങ് വരാൻ പറഞ്ഞു. കുറേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതെന്തിനാ വേദയെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് അച്ഛൻ എന്തെങ്കിലും പറയോ, എന്താ ഒരു സംശയം? അല്ല അച്ഛൻ വഴക്കുണ്ടാക്കുമോയെന്ന് പേടിയാ. വീട് മുഷിഞ്ഞ പെയിൻറ്റ് ചെയ്യത്തില്ലേ, അതിന് അച്ഛനിപ്പോൾ എന്ത് പറയാനാണെന്ന് വേദ ചോദിക്കും കേട്ടോ. അപ്പോഴാണ് നന്ദിനി അതുവഴി വരുന്നതും ഈ കാഴ്ച കാണുന്നതും. പെട്ടെന്ന് പാത്തു നിന്നു. ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുവാണ്. എന്നിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നു. ഓടി വന്നിട്ട് നീ ഇതെന്താ വേദയെന്ന് ചോദിച്ചു. ഞാനിന്ന് പോയില്ല, ഞാനിന്ന് ലീവ് എടുത്തെന്ന് പറഞ്ഞു. ഈ മുറിയൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോഴത്തേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് വിശ്വനും വന്നു. വിശ്വനുമായിട്ട് ഇവർ സംസാരിക്കും കേട്ടോ. ആ സമയത്ത് പൂച്ചയ്ക്ക് ആര് മണി കെട്ടുമെന്ന് പറയുന്നത് പോലെ അച്ഛൻ്റെ വാക്ക് ആര് തിരുത്തുമെന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ എന്നിങ്ങനെ നമ്മുടെ വിശ്വം പറയുക. ഓ അപ്പോൾ അത് ശരി, അപ്പോൾ ഈ വീട് വൃത്തിയാക്കാൻ പോവാണോ എന്നും ചോദിച്ച് നന്ദിനി ഉച്ച വെച്ചു. ഇതിമേ തൊട്ട് പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളല്ലേ എന്ന് ചോദിച്ചു. വീണ്ടും വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നു നന്ദിനിയടത്തി, നിങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങളൊന്നും തന്നെ ഈ കെട്ടിടം പെയിൻ്റ് അടിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. എന്താ പോരെ എന്നും വേദ ചോദിച്ചു. ആ ഉത്തരവാദിത്വം വേദ മാത്രമായിട്ട് ഏറ്റെടുക്കേണ്ട പകുതി ഞാനും എടുത്തോളാം എന്ന് വിശ്വനും പറഞ്ഞു. അപ്പോൾ വിശ്വേട്ടൻ്റെ പരിചയത്തിൽ വല്ല പെയിൻറ്റ് കേസും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണോ? ഹേയ്, ഇത് നമ്മളങ്ങ് ചെയ്താൽ പോരെ അല്ല ശ്രീജ എന്ന് വിശ്വൻ ചോദിച്ചു. വിശ്വട്ട് റെഡിയാണോ? നീ ആ ബക്കറ്റ് സാധനമൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ ശ്രീജ, നമുക്ക് 3 പേർക്കും കൂടെ നിങ്ങൾക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വൻ ഭയങ്കര ജിൽന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ നിൽക്കുക. ഇത് കിട്ടിയ അവസരമാക്കി നന്ദിനി ഓടി. അച്ഛനും അമ്മയും പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പറന്നെത്തി അവരുടെ അടുത്തേക്ക്. അപ്പോൾ ഇവർ വാരിയിട്ട് ചുടലും കത്തിക്കലും വാഴയ്ക്ക് തടം വെട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പച്ചക്കറിയെ പറ്റിയും അതുപോലെ ജോലിയെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ശ്രീജയ്ക്കും വിശ്വനും വേണ്ടി വേദ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞാണ് ഇവർ നിന്ന് ജോലി ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അമ്മേ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് പറന്ന് വരുമോ നന്ദിനി. കയ്യിലൊരു ഫ്ലാസ്കും ഉണ്ട്. അപ്പോൾ ചായ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏതായാലും നീ ചായയും കാപ്പിയായിട്ടൊന്നും വന്നതല്ലെന്ന് ഉറപ്പാ. എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞ അമ്മ. അയ്യോ ഫ്ലാസ്കിൽ ചായ ഉണ്ടമ്മേ. ആ പേരിൽ എന്തിനാ വന്നതെന്നാ നിന്നോട് ചോദിച്ചത്. അപ്പോൾ പതിവില്ലാത്തതൊക്കെ നടക്കുമ്പോൾ അതൊന്നും അറിയിക്കണ്ടേ, അതിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ നോക്കുമോ. പതിവില്ലാത്തത് എന്ത്? ആ ചായപ്പ് നന്നാക്കാനേ അമ്മയോ അച്ഛനോ വേദയോട് പറഞ്ഞായിരുന്നോ എന്ന് നന്ദിനി ചോദിച്ചു. അന്നേരം അച്ഛൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ചായപ്പ് നന്നാക്കാനോ? അതേന്നേ, വേദ കുറെ പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് തൊട്ട് പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ അച്ഛാ, കഴിഞ്ഞ ആഴ്ച പോലും വിനയേട്ടൻ പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ്റെ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ അതൊന്ന് നന്നാക്കാമായിരുന്നു എന്ന്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവള് വന്നത് എന്തിനാണെന്ന്. അപ്പം എന്നിട്ട് നന്ദിനി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ തൊട്ട് പോകരുതെന്ന് തന്നെ ഞാൻ പറഞ്ഞു. നല്ല കാര്യമായി. ഏതായാലും നന്ദിനി ആ ചായ ഇങ്ങ് തന്നെ, ഞാൻ കൊടുത്തോളാം മാഷിനെന്നും പറഞ്ഞുകൊണ്ട് ആ ചായ അമ്മ അങ്ങ് മേടിച്ചു. അന്നേരം ഞാൻ സഹായിക്കാൻ കൂടണം അമ്മേ എന്ന് നന്ദിനി ചോദിക്കുമ്പം ഒന്നും വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ, നന്ദിനി വിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് പോയ പോക്കിന് തിരിഞ്ഞു നോക്കിയിട്ട് ഏറ്റിട്ടുണ്ടോ എന്നുള്ളവരുതേ. ആ സമയത്ത് മാഷ് ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുമ്പോൾ, മാഷേ ഇനി നിങ്ങൾ ആ കാരണം പറഞ്ഞ് അവരെ വഴക്ക് പറയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് കമല പറഞ്ഞു. ആ ചായപ്പ് അങ്ങനെ കിടക്കുന്നത് ഒരു വൃത്തികേട് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് മാഷിനോട് കമല. മാഷ് ഇങ്ങനെ നിന്ന് ആലോചിക്കുക. ഈ സമയത്ത് പുളിക്കൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സാറ് മന്ത്രിയായാലേ പിന്നെ പേഴ്സണൽ സെക്രട്ടറി പിന്നെ ആരാന്നൊക്കെ ചോദിച്ചാൽ പുളിക്കൻ ഭയങ്കര ഡയലോഗിൽ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും വരുന്നു നമ്മുടെ ശ്രീകാന്ത്. ഇതോ ശ്രീകാന്ത് സാറ്, ദൈവമേ ഞാൻ പെട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുളിക്കൻ അവിടെ നിൽക്കുക. പുളിക്കന് ടെൻഷനായി. അപ്പോൾ വലിയ ചിരിയൊക്കെ ചിരിച്ചാണ് ശ്രീകാന്ത് വരുന്നത്. അപ്പോൾ എന്താ പുളിക്കുക? അല്ല എന്താ ശ്രീകാന്ത് സാർ, സാറെന്താ ഇവിടെ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ എന്തിനാ തൻ്റെ സാറിനെ കാണാൻ? സാറേ പേടിക്കണ്ടട പുളിക്കുക, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശമൊന്നും ഞാൻ പറയാൻ പോണില്ല കേട്ടോ എന്ന് പറഞ്ഞു. ശരി സാറേ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പുളിക്കൻ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ശ്രീകാന്ത് അവിടെ വെയിറ്റ് ചെയ്യുക. പുളിക്കൻ ചെന്ന് അകത്ത് ചെന്നിട്ട് ഈ ശ്രീനിവാസനോട് പറഞ്ഞു, ശ്രീകാന്ത് വന്നിട്ടുണ്ടെന്ന്. ആര്? അത് വിക്രം സാറിൻ്റെ അളിയനെ. ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ വിളിക്കടോ എന്ന് പറഞ്ഞ് തീർന്നില്ല. ഇയാൾ അകത്തേക്ക് കയറി വന്നു. വിളിക്കേണ്ട സാറേ, ആൾ കയറി വന്നു കേട്ടോ എന്ന് പുളിക്കൻ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് വലിയ ചിരിയൊക്കെ ചിരിച്ച് വന്നു. ഇരിക്കാലോ അല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. സാറ് പറഞ്ഞിട്ടില്ല എന്ന് പുളിക്കൻ പറഞ്ഞു. അപ്പോഴേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പുളിക്കൻ അവിടെ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് വന്ന് ശ്രീനിവാസൻ്റെ അരികിൽ ഇരുന്നു. ഒരിക്കൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണേ എന്ന് ശ്രീകാന്ത് പറയാം. അപ്പം ഞാനത് മറന്നിട്ടില്ല എന്ന് ശ്രീനിവാസനും പറഞ്ഞു. ഇപ്പം എന്താ വന്നേ, കാര്യം എന്താ? അന്തരീക്ഷം മാറിയല്ലോ ശ്രീനിവാസൻ സാറേ. എന്താ മനസ്സിലായില്ല?
അല്ല എൻ്റെ ഫാക്ടറിയിൽ നിങ്ങൾ തൊഴിലാളികളെ ഇറക്കി നടത്തിയ സമരമേ സത്യത്തിൽ വേദ പൊളിക്കാണ് ഉണ്ടായതെന്നുള്ള കാര്യം ശ്രീകാന്ത് ഇവിടെ വന്ന് പറയുക. സംഗതി വിക്രത്തിന് വേണ്ടിയാണ് അവളന്ന് അവിടെ ഇടപെട്ടത്. ഒത്തുതീർപ്പായിട്ട് എനിക്കും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വന്നു എന്നും ശ്രീകാന്ത് ശ്രീനിവാസനോട് പറയണു. അപ്പോൾ പുള്ളിക്കൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. എന്നാലും ആത്യന്തികമായി എനിക്കാണ് ഗുണം ഉണ്ടായത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ശ്രീനിവാസനോട് പറയുവാണ്. എന്തായാലും ഇതിനകത്ത് ഇനി വെല്ലുവിളികളോ പകരം വീട്ടലുകളോ ഒന്നുമില്ല സാറേ. സാർ അങ്ങനെ ഇതിനെ കാണുകയും ചെയ്യരുതെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീനിവാസൻ ചിരിച്ചു. പിന്നെ എന്താണാവോ വരവിൻ്റെ ഉദ്ദേശം എന്ന് പുളിക്കൻ ചോദിച്ചു. അപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു. വേദ ഇപ്പം പൂർണ്ണമായിട്ടും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുക. അപ്പോൾ ആ ശ്രീധരൻ തേരാട്ടിന് വേണ്ടി അവൾ വക്കീൽ നോട്ടീസ് അയച്ചതും ഞാൻ അറിഞ്ഞെന്ന കാര്യവും ശ്രീകാന്ത് ഇയാളോട് വന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പുളിക്കനിങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അങ്ങനെയുള്ള ഈ സമയത്ത് വിക്രമനെ ഇനിയും കൂടെ നിർത്തണോ? അത് ഉചിതമായിരിക്കുമോ എന്ന് ശ്രീകാന്ത് ചോദിക്കും കേട്ടോ. അപ്പോൾ പുളിക്കൻ്റെ നേരെ ഇങ്ങനെ ശ്രീനിവാസൻ നോക്കിയിട്ട് പറഞ്ഞ് തലയാട്ടുവാണ്. അപ്പോൾ പുളിക്കൻ പതുക്കെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പുളിക്കൻ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വലിയ രഹസ്യ ചർച്ചയല്ലേ പിന്നെ എന്ന് പറഞ്ഞ് പുളിക്കാൻ പുറത്തു പോയിരിക്കും കേട്ടോ. അപ്പോൾ വിക്രത്തിനെതിരായിട്ട് പണിയാൻ ഈ ശ്രീകാന്ത് വന്നു. ശ്രീനി സാർ അവനെതിരെ കൊടുക്കുന്ന ആ പിന്തുണ അത് അവസാനിപ്പിക്കണം എന്ന് ശ്രീകാന്ത് പറഞ്ഞു. സാർ അവനെ ഒഴിവാക്കിയാൽ വേദയെ കൊണ്ട് ഈ കേസ് ഞാൻ പിൻവലിപ്പിക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. വാസവനും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയിലായിട്ടുണ്ടെന്നും പിന്നെ വിക്രത്തെ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്നവനാണ് വാസവൻ. അപ്പോൾ അയാളുടെ മകൻ്റെ എല്ലാം മാറി സുഖമായി എന്നാണല്ലോ കേട്ടത്. എന്നിട്ടും അയാൾ ആ പക മാറിയില്ലേ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പം നിസാര കാര്യമൊന്നും അല്ലല്ലോ അയാളോട് വിക്രം ചെയ്തിരിക്കുന്നതെന്ന് ശ്രീകാന്ത് അന്നേരം അവിടെ ഇരുന്ന് പറയാം. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ വാസുവിനെ വിക്രം ഒന്നുമല്ല എന്നും പിന്നെ നാളെ നിങ്ങൾ തമ്മിൽ നേരിട്ടുള്ളൊരു ഫൈറ്റ് ഇത് മാറണ്ട എന്നുള്ളത് വാസുവനും ഉണ്ടെന്നുള്ള കാര്യവും പറയാം. വാസുവൻ വിക്രമനെ അപായപ്പെടുത്തും എന്ന് വേദയ്ക്ക് മനസ്സിലായാൽ നമുക്കത് വെച്ച് വില പേശാൻ പറ്റുമെന്ന് പറഞ്ഞു ഈ ശ്രീകാന്ത്. ഓഹോ, അപ്പം അതാണ് ടെക്നിക്കല്ലേ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പം വാസുവൻ വിക്രമനെ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിലേ വേദ കേസ് പിൻവലിക്കണമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വാസുവൻ്റെ ഭീഷണി എനിക്ക് വേണ്ടിയായി മാറില്ലേ ശ്രീകാന്തേ എന്ന് ചോദിച്ചു. ഇത്രയും കാലം കൂടെ നിന്ന് അവനെ മുന്നിലിട്ട് തന്നിട്ട് ഞാൻ കേസിൽ നിന്ന് രക്ഷപ്പെടണമല്ലേ എന്നും ശ്രീനിവാസൻ ശ്രീകാന്തിനോട് ചോദിക്കാം. ശ്രീകാന്ത് അന്നേരം ചിരിച്ച മുഖം മുങ്ങനങ്ങ് പിടിച്ചു. മണ്ഡനാകാം, പക്ഷെ തന്നോളം ആവരുത് കേട്ടോ എന്ന് പറഞ്ഞു. എടോ ശ്രീകാന്തേ, വേദയെപ്പോലൊരു വക്കീൽ കേസിൽ നിന്ന് പിന്മാറിയാൽ ശ്രീധരൻ തേരാട്ടിന് എന്താ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. കോടതിയിൽ ആ കേസ് വരട്ടെ, അത് നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശ്രീനിവാസൻ പറയാം. നിന്റെ പെങ്ങളുണ്ടല്ലോ വേദ, അവളാണ് കോടതിയിൽ വിയർക്കാൻ പോകുന്നതെന്നും ഇയാൾ പറയുക. അത് അവൾക്ക് അധികം വൈകാതെ മനസ്സിലായിക്കോളും. അപ്പോൾ അവൾ സ്വയം പിന്മാറുകയും ചെയ്തോളൂ പറഞ്ഞു. അപ്പോൾ അതിനെനിക്ക് നിങ്ങളുടെയും ഒത്താശയുടെ ആവശ്യമില്ല കേട്ടോ, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ശ്രീകാന്ത് അങ്ങ് പോകുന്ന സമയത്ത് ഈ ശ്രീനിവാസൻ പിന്നാലെ ചെന്ന് പ്രോഗ്രസീവ് പാർട്ടിയുടെ തീരുമാനങ്ങളെ പറ്റി അതും ഇതൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഒരു പാലാപം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ ശ്രീനി സാറേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. അപ്പോൾ പുളിക്കാൻ അവിടെ നിന്ന് എൻ്റെ കർത്താവേ കാത്തോളണേ എന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ശരി, താൻ പറയണ്ട, പക്ഷേ അത് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ പുളിക്കാ ഈ ന്യൂസൊക്കെ ആരാ ചോർത്തി തരുന്നതെന്ന് ഉള്ള കാര്യം. അപ്പോൾ എന്താണോ താൻ ചിരിക്കാത്തേ? സംശയമുണ്ടോ സാറേ, നമ്മൾ കണ്ടുപിടിക്കും എന്ന് പുളിക്കനും പറഞ്ഞു. എന്നും പറഞ്ഞൊരു ചിരിയും ചിരിച്ച് ഇയാളങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞാൽ വേദയും അതുപോലെ വിശ്വനും ശ്രീജയും കൂടി അവിടെ ആ ചായ്പ് നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനി അവിടെ മാസികയൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുന്നു. നന്ദിനിയോടൊന്ന് സഹായിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എതിർത്ത് കാര്യത്തിന് എന്നെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ ഇവിടെ പറഞ്ഞതാണേ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനും ഇങ്ങനെ നേരം അവിടെ പറയുക. വിശ്വൻ എന്നിട്ട് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അച്ഛനും അമ്മയും കൂടെ വന്നപ്പോൾ അതെ അച്ഛാ കണ്ടോ അച്ഛാ എന്ന് പറഞ്ഞ് നന്ദിനി കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ഇവർ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാനാണ് പെയിൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്ന് വേദ പറയുക. അങ്ങോട്ട് തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് തോന്നി. ഒരാൾ മലയ്ക്ക് പോകാൻ പോണ വീടല്ലേ, അപ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അച്ഛൻ. നന്ദിനി ചമ്മി. നന്ദിനി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴേക്കും ശ്രീജിക്കും വിശ്വനും അത്ഭുതം തോന്നിയേ. അതുപോലെ കമലയ്ക്കും സന്തോഷമായി. അപ്പം നിങ്ങൾ പെയിൻറ്റ് പണി തുടങ്ങിയെന്ന് നന്ദിനി വന്ന് പറഞ്ഞായിരുന്നു എന്നുള്ള കാര്യം അച്ഛൻ പറയുമ്പോൾ നന്ദിനി അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക. കേട്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയതെന്നും അച്ഛൻ പറഞ്ഞു. കാര്യം തൊട്ടു പോകരുതെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ മക്കൾക്കാർക്കെങ്കിലും ഇത് മുന്നേ എടുത്ത് ചെയ്യാമായിരുന്നു, മുൻകൈ എടുത്ത് ചെയ്യാമായിരുന്നു എന്ന് അച്ഛൻ പറയുക. താനൊരു വിഷമത്തിനും വാശിക്കോ എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്നും അച്ഛൻ പറയുക കേട്ടോ.
ഛേ എന്നും പറഞ്ഞ് നിൽക്കുക നന്ദിനി. അതും ഏറ്റില്ല. എടാ വിശ്വാ, നിന്നെ കൂടി ഇവരുടെ കൂട്ടത്തിൽ പണിയിൽ കണ്ടതിൽ സന്തോഷമുണ്ട് കേട്ടോടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വലിയ ചിരിയോടുകൂടി വിശ്വൻ സ്പീഡ് കൂട്ടി തുടക്കലിൻ്റെ. അങ്ങനെ നിൽക്കുമ്പം ഈ മുറി ശ്രീജയുടെ ബിസിനസ്സിൻ്റെ പാക്കിങ്ങിനും മറ്റും ഉപയോഗിക്കാമെന്ന് വേദ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിന്? അതിന് പുറകിലുള്ള ഷെഡും ഈ ഉമ്മറൊക്കെ ഇല്ലേ, അത് തന്നെ ധാരാളം പോരെ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. ശേ എന്നും പറഞ്ഞ് നന്ദിനി നിൽക്കും. ആ കോണിമുറിയിൽ കുറച്ച് ഫർണിച്ചർ ഇരിപ്പുണ്ട്, പഴയ കട്ടിലും അലമാരിയൊക്കെയാണ്. അപ്പോൾ പണി കഴിഞ്ഞാൽ അതെടുത്ത് അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു. ഒന്ന് വാർണിഷ് അടിച്ചാൽ പുതുതായി തോന്നിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ ശരി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതൊക്കെ ചീറ്റിപ്പോയി. നമ്മുടെ നന്ദിനി ഇങ്ങനെ നിൽക്കുന്നു. വേദ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ശ്രീജയും വിഷ്ണുവും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. നന്ദിനി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം ഇതാണല്ലോ എന്നോർത്ത സങ്കടത്തിൽ നന്ദിനി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.